ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പം നോമ്പ് ഇരുവയിലെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. ഒന്ന് നോമ്പ് തുറക്കാൻ ആൾക്കാരുണ്ട്, അപ്പോൾ അതിലേക്കുള്ള പ്രിപ്പറേഷൻ ഞാനിതാ നേരത്തെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സമൂസയും ചിക്കൻ റോളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മളെ ചിക്കൻ റോള് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യാനുള്ളൂ. അപ്പം ഇതിൻ്റെയൊക്കെ റെസിപ്പി എൻ്റെ വീഡിയോ തന്നെ ഉണ്ട്, അപ്പോൾ അത് പോയി കാണട്ടോ. ഇന്ന് ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല. അപ്പം അതിന് കൂടെ തന്നെ ഞാനിതാ പൈനാപ്പിൾ ജ്യൂസും അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ തുടങ്ങിയതിനെ കൊണ്ട് ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ച് കുട്ടികൾക്ക് ഇന്ന് മന്തിയാണല്ലോ ഇഷ്ടം, അപ്പോൾ മന്തിയും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിലേക്കുള്ള ചിക്കൻ ഇതാ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിലുണ്ടല്ലോ, ടൈം ഉണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ ചിക്കൻ ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അതവിടെ അതിൻ്റെ ശേഷം ഞാൻ എന്താക്കി ഇപ്പോഴത്തെ ബ്രെഡും മുട്ടയുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. സംഭവം സൂപ്പർ ടേസ്റ്റാണ്, സിമ്പിളാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ റെസിപ്പി വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതാ മന്തിക്ക് ഞാൻ ഉപയോഗിക്കാറ് നമ്മളെ വൈറ്റ് സെല്ലാണ് കേട്ടോ. പിന്നെ അതിലേക്കുള്ള ലെമണൊക്കെ ഞാൻ വാങ്ങി വെക്കാറ്. പക്ഷേ എൻ്റെ കഴിഞ്ഞ് പോയി, ബാക്കിയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഇത് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഞാൻ സോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അത് കുറച്ച് നേരത്താണല്ലോ, ഒരു 1 ഹവറിന് മുന്നേ സോക്ക് ചെയ്താൽ മതി അരി. അപ്പോൾ ഇതാ ജോലി എടുക്കുന്ന സമയത്ത് നമ്മളെ കിച്ചണിങ്ങനെ എല്ലാവരും കിച്ചണൊക്കെ തന്നെയാണ് ഇപ്പോഴും ക്ലീൻ ആക്കിയിട്ടല്ലേ കാണാറ് നിങ്ങൾ. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയും കാണാം. അപ്പോൾ ഇതാ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടാണ് ഇത് വെച്ചത്. ഇതിങ്ങനെ തന്നെ ആ ഒരു സ്റ്റെപ്പ് 2 ടൈമിൽ ചെയ്താലും നല്ല ഒന്നും കൂടിയും ടൈറ്റിൽ നിൽക്കും. അപ്പോൾ ഞാനൊരു തവണ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരു പഴംപൊരിയും ആക്കാരച്ച് എല്ലാം ഒരുപാടൊന്നും ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. 4 ഐറ്റംസ് ആണെച്ചാലും കുറച്ച് ആക്കുന്നുള്ളൂ, അത്രയല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പലഹാരങ്ങൾ കാണുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ ഇതാ പഴംപൊരി അത്ര ആക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ പഴംപൊരി നമ്മളിപ്പോൾ എത്ര പൊരിച്ചാലും പഴംപൊരിക്ക് ഒരു എണ്ണ കൂടുതലാണ്. അപ്പോൾ ഞാൻ പൊരിച്ചിടുന്ന സമയത്ത് തന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ വെക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരുപാട് നമ്മൾ എണ്ണയൊക്കെ അതിലേക്ക് തന്നെ ഒബ്സേർവ് ആവും. നമ്മളിപ്പോൾ ഒരു അരപ്പയിലിട്ടാലൊന്നും എണ്ണ പോവില്ല. പക്ഷെ അങ്ങനെ ഇടുന്നത് ഞാനിപ്പോൾ നല്ല ശ്രദ്ധിച്ചതിനെ കൊണ്ടാട്ടോ എനിക്ക് മനസ്സിലായത്. ടിഷ്യൂ വെച്ചൊന്ന് പരിശിച്ചു, അടിപൊളിയാണ്. അപ്പോൾ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സമൂസ ആക്കിയിട്ടുണ്ട്. അപ്പം സമൂസ ആക്കിയതിൻ്റെ കൂടെ തന്നെ നമ്മൾ റൈസ് ഒരു 1 ഹവർ സോക്ക് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ഊറ്റിയെടുത്തട്ടോ, പുഴുങ്ങി ഊറ്റിയതാണ്, വെള്ളം വറ്റിച്ചതല്ല. ആ ചിക്കനും എൻ്റെ കൂടെ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പണി സെറ്റായി. കുറച്ചൊക്കെ കിച്ചണൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നോമ്പ് തുറന്ന് നമുക്ക് ആവില്ല, അതുകൊണ്ട് കുറച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 o'clock ആയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ എണ്ണക്കടികളൊക്കെ പൊരിക്കുക ഒരു 5:30 5:45 സമയത്താണ് നമ്മളതൊക്കെ പൊരിച്ചെടുക്കുക. എന്നാൽ പിന്നെ ചൂടോടൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഏകദേശം സമയമൊക്കെ സെറ്റായപ്പം ഞാൻ സാധനങ്ങളൊക്കെ ടേബിൾ മേലൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ഏകദേശം ബാങ്ക് കൊടുക്കാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കി അതിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.